ന്യൂസിലാൻഡുമായിട്ടുള്ള 3 ഏകദിന മത്സരം ഇന്നലെ വഡോദര ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം ഇന്ത്യ 4 വിക്കറ്റിന് ജയിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ വിരാട് കോഹ്ലി തന്നെയാണ്. വിരാട് കോഹ്ലി 93 റൺസ് എടുത്ത് ഔട്ടായി. അപ്പോൾ ഈ കളിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുവാണെങ്കിൽ ആദ്യം ന്യൂസിലാൻഡ് ബാറ്റ് ചെയ്തു. ന്യൂസിലാൻഡിലെ ബാറ്റ്സ്മാൻമാരൊക്കെ ആദ്യ 10 ഓവർ വളരെ ക്ഷമാപൂർവം വളരെ വിക്കറ്റ് ഒന്നും കളയാതെ അത്രയ്ക്കും സൂക്ഷിച്ചാണ് അവർ ബാറ്റ് ചെയ്തത്. അപ്പോൾ ബാറ്റ് ചെയ്ത ഹെൻറി നിക്കോളിസ് ആണെങ്കിലും കോൺവേ ആണെങ്കിലും രണ്ടുപേരും 50 തികച്ചു. ഇവർ രണ്ടുപേരും വളരെ മനോഹരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ബാറ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചു ഇവർ രണ്ടുപേരും കുറച്ചു നേരം അവിടെ നിൽക്കുകയാണെങ്കിൽ സ്കോർ ഒരു 350 കടന്നേനെ. ഒരു 10-20 റൺസ് കൂടുതൽ എടുക്കുകയായിരുന്നെങ്കിൽ അവർക്ക് കളി ഇന്ത്യയിൽ നിന്ന് അവർ കൊണ്ടുപോയേനെ എന്ന് തോന്നിപ്പോയി. പിന്നെ തുടർന്ന് വന്ന ബാറ്റ്സ്മാൻമാർക്ക് അത്ര അങ്ങോട്ട് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. അവരുടെ ഓപ്പണേഴ്സിന് ഒരു കൂറ് പുലർത്താത്ത രീതിയിലുള്ള മിച്ചൽ 84 റൺസ് എടുത്ത് 71 ബോളിൽ നിന്ന്. എന്നാലും ഇന്ത്യയുടെ എതിർത്ത് നിൽക്കാൻ വേണ്ടിയുള്ള ഒരു 20 റൺസും കൂടെ അവർക്ക് വേണ്ടിയിരുന്നു. അപ്പോൾ ഇന്ത്യ 6 ബോളുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റിനാണ് ഇന്ത്യ ജയിച്ചത്. ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനു മുന്നേ അവരുടെ ബോളിങ്ങിനെ കുറിച്ച് പറയാം. അവരുടെ ബോളിങ്ങിലാണെങ്കിൽ ജമീസൺ 10 ഓവറിൽ 41 റൺസിന് 4 വിക്കറ്റ് എടുത്തു. 4 വിക്കറ്റ് ക്രൂഷ്യൽ വിക്കറ്റുകളായിരുന്നു. അവരൊരു പക്ഷേ ജയത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു സാധ്യത ഉണ്ടായിരുന്ന ഒരു ബോളിംഗ് പ്രകടനം ജമീസന്റെ ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആദിത്യ അശോക്, ഇന്ത്യൻ വംശജനാന്ന് തോന്നുന്നു പേര് കേട്ടിട്ട്, ഒരു 6 ഓവറിൽ 55 റൺസോട് അയാളുടെ ബോളിംഗിൽ നിന്ന് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞു. ഇന്ത്യയുടെ ബാറ്റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വിരാട് കോഹ്ലി, അതുപോലെ ശുഭ്മാൻ ഗിൽ 71 ബോളിൽ നിന്ന് 56. തുടക്കത്തിൽ ശുഭ്മാൻ ഗിൽ ഒന്ന് പതറും, അതായത് ഔട്ട് ആകും എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. അത്ര കോൺഫിഡന്റ് അല്ലാത്ത ബാറ്റിംഗ് ആയിരുന്നു. ഓപ്പണിംഗ് വന്ന നമ്മുടെ രോഹിത് ശർമ്മ 26 റൺസ് എടുത്തു. അതും 2 4ഉം 2 6ഉം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രോഹിത് ശർമ്മ ഒരു സ്ഥലത്ത് നിന്ന് നമ്മുടെ അഭിഷേക് കളിക്കുന്ന പോലെ കളിക്കുന്നു, മറുവശത്ത് ശുഭ്മാൻ ഗില്ല് കുറച്ച് പതറി താളം തെറ്റി കളിക്കുന്നു എന്ന് തോന്നിപ്പോകുന്ന ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു 56 റൺസ് എടുത്തു. പിന്നെ 2 സ്പിന്നർമാരെയൊക്കെ സിക്സർ പറത്തി, ആദിത്യ അശോകനെയൊക്കെ സിക്സർ പറത്തി അദ്ദേഹം കളിയിലേക്ക് തിരിച്ചു വന്നു. 71 ബോളിൽ നിന്ന് 56 റൺസ് എടുത്തു. കുഴപ്പമില്ലാത്ത ക്യാപ്റ്റന്റെ ഒരു ഇന്നിങ്സ് കാഴ്ചവെച്ചു. അല്ലെങ്കിൽ അദ്ദേഹം ഔട്ടായി പോയിരുന്നെങ്കിൽ ഇത് ഒന്നാമതേ അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ട്. ഇതിന്റെ പുറമെ ഇതും കൂടെ ആയിപ്പോയേനെ. എങ്കിലും ഒരു ക്യാപ്റ്റന്റെ ഇന്നിങ്സ് അദ്ദേഹം മനോഹരമാക്കി എന്ന് പറയാം. പിന്നെ ശ്രേയസ് അയ്യർ 1 റൺസിന് 50 നഷ്ടമാക്കി. ശ്രേയസ് അയ്യർ, വിരാട് കോഹ്ലി, ശുഭ്മാൻ ഗിൽ ഇവർ 3 പേരുമാണ് ഇന്ത്യയിൽ ബാറ്റ് ചെയ്തത്. പിന്നെ ലാസ്റ്റ് വന്ന ഹർഷിത് റാണയുടെ ഈസി ഒരു ക്യാച്ച് മിച്ചൽ കളഞ്ഞു. ആ ക്യാച്ച് മിച്ചൽ എടുക്കുമായിരുന്നെങ്കിൽ ഇന്ത്യ കളി തോക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. തോറ്റേനെ എന്ന് തന്നെ പറയാം. കാരണം അതിനുശേഷം ഒരു 6 ഒരു 4 ഒക്കെ പറത്തി ഹർഷിത് റാണ ഒരു സ്കോർ നേടി. പിന്നെ അവസാനം ഒരു കളി എങ്ങനെ ജയിപ്പിക്കാം എന്നുള്ള രീതിയിൽ KL രാഹുൽ ബാറ്റ് ചെയ്തു. അതായത് ഒരു സീനിയർ പ്ലെയർ ടീമിൽ ഉണ്ടാകണം. ഏകദേശം ലാസ്റ്റോട് കൂടി കളി ജയിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയണം എന്നുള്ള രീതിയിലുള്ള ആ ഒരു ബാറ്റിംഗ് ആയിരുന്നു KL രാഹുലിൻ്റെത്. അപ്പോൾ അദ്ദേഹവും ഒരു കൈയടി അർഹിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയിലെ ബൗളിംഗിൽ വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് സിറാജ് 8 ഓവറിൽ 40 റൺസിന് 2 വിക്കറ്റ്. പ്രസിദ്ധ് കൃഷ്ണ എന്നത്തെയും പോലെ കുറച്ച് എക്സ്പെൻസീവ് ആയി 9 ഓവറിൽ 60 റൺസിന് 2 വിക്കറ്റ്. ഹർഷിത് റാണ 10 ഓവറിൽ 65 റൺസ് കൊടുത്തെങ്കിലും ക്രൂഷ്യലായിട്ടുള്ള 2 വിക്കറ്റുകൾ എടുത്തു. അപ്പൊ ഇതൊക്കെയാണ് ഇന്നലത്തെ മത്സരം. ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ന്യൂസിലാൻഡ് ഒരു ഘട്ടത്തിൽ ഇന്ത്യ വളരെ ഈസി ആയിട്ട് ജയിക്കുമെന്ന് തോന്നിയ ഘട്ടത്തിൽ വിക്കറ്റുകൾ വീഴ്ത്തി ജാമീസൺ ഇന്ത്യക്ക് ന്യൂസിലാൻഡിന് ഒരു വലിയ പ്രതീക്ഷയാണ് നൽകിയത്. അപ്പൊ ആ പ്രതീക്ഷകൾ കാറ്റിൽ പറത്തിയത് ഒരുപക്ഷെ ലാസ്റ്റ് വന്ന ആ ഒരു ഹർഷിത് റാണയാണ്. ഹർഷിത് റാണയുടെ വില നമ്മൾ എവിടെയാണ് മനസ്സിലാകുന്നത്. പലപ്പോഴും വിമർശനങ്ങൾ ഏറ്റ ഒരു ബോളറാണ് ഹർഷിത് റാണ. അദ്ദേഹത്തിനെ എന്തുകൊണ്ടാണ് ടീമിൽ എടുക്കുന്നത് എന്നുള്ള കാര്യം ഇന്നലത്തെ കളിയിൽ ആ ക്യാച്ച് വിട്ടു എന്നുള്ളത് ശരി തന്നെ. പക്ഷെ എന്നാലും ഇന്നലത്തെ കളിയിൽ അദ്ദേഹം ബൗളിങ്ങിലും ബാറ്റിങ്ങിലും അദ്ദേഹത്തിന് ഒരു ബൗളിംഗ് ഒക്കെ ഏകദേശം ഒരു 140 കിലോമീറ്ററിന് മുകളിലാണ് എല്ലാ ബോളും ചെയ്ത്. മീഡിയം ഫാസ്റ്റ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ബോൾ ചെയ്തത്. അതുപോലെ സ്ലോ ബോളുകൾ നന്നായിട്ട് പ്രയോഗിക്കാൻ അറിയുന്ന ഒരു താരമായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം, എൻ്റെ ഒരു അഭിപ്രായമാണ്, പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം മറ്റേ ഹർഷദീപ് സിംഗും ഹർഷിത് റാണയും മുഹമ്മദ് സിറാജിനോട് അടുത്ത മത്സരം കളിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. നമ്മുടെ പ്രസിദ്ധ് കൃഷ്ണ അത്ര ബൗളിങ്ങിൽ അങ്ങോട്ട് മികച്ചു നിന്നില്ല എന്നാണ് എനിക്ക് ഇന്നത്തെ കളിയിൽ തോന്നിയത്. പക്ഷെ അടുത്ത കളിയിൽ അദ്ദേഹം
കൂടുതൽ മുന്നേക്ക് വന്നേക്കാം. എങ്കിലും 3 മത്സരങ്ങളിലുള്ള ഈ ഒരു ODI സീരീസ് ഇന്ത്യ ഒരു മത്സരത്തിന് 1-0 മുന്നിലാണിപ്പോൾ. അടുത്ത മത്സരം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. നമ്മുടെ ഈ ഒരു ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. വരുന്ന മത്സരങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഒരു റിവ്യൂ ആയിട്ട് ഇടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദി ബെസ്റ്റ്.